ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലിറ്റിൽ തിങ്സ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിലെ പാർട്ട് 1 നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം അത് കണ്ടതിന് ശേഷം ഇത് കാണണേ. ഓക്കെ, അടുത്തതായി നമുക്കൊരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. ഫുഡ് വെബ് എന്താണെന്ന് നമ്മൾ നോക്കി. എന്താണ് ഫുഡ് വെബ്? ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ജീവികൾ പരസ്പരം ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നു. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ഫുഡ് വെബ്. ഈ പരസ്പര ബന്ധത്തെയാണ് ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ ഫുഡ് വെബ് എന്താണെന്ന്? വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പർ ഗോസ് അപ്പ് ഓർ ഡൗൺ? ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും എന്താണ് സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ടൈഗർ ഡിസപ്പിയർ ഫ്രം ദിസ് ഹാബിറ്റേറ്റ്? ഈ ഹാബിറ്റേറ്റിൽ നിന്ന്, ഈ ഫുഡ് വെബിൽ നിന്ന് നമ്മുടെ ടൈഗർ ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടൈഗർ ഭക്ഷിക്കുന്ന ജീവികളുടെ എല്ലാം എണ്ണം കൂടും. വിച്ച് ഓർഗനിസം വിൽ ഇൻക്രീസ് ഇൻ നമ്പർ? ഏത് ജീവിയാണ് എണ്ണത്തിൽ കൂടുക? അതെ, ടൈഗർ ഭക്ഷിക്കുന്ന ഫോക്സ്, ബഫല്ലോ, ഡീർ എന്നിവയുടെ എണ്ണമാണ് കൂടുക. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഡീർ പോപ്പുലേഷൻ ഇൻക്രീസ്? മാനിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടായാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഈ പുല്ലൊക്കെ മാൻ ഭക്ഷിക്കും. അപ്പോൾ പ്ലാന്റ്സ് കുറയും. വൈ ടൈഗർ കൺസർവേഷൻ? എന്തുകൊണ്ട് കടുവയെ സംരക്ഷിക്കുന്നു? ദ ടൈഗർ ഈസ് വൺ അമംഗ് ദ ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ്. ഫുഡ് വെബിലെ ഒരു പ്രധാന കണികയാണ് ടൈഗർ. ഓർഗനിസം ഇൻ ഈച്ച് ലിങ്ക് പ്ലേ എ കീ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്തി നമ്പേഴ്സ് ഓഫ് ഹെർബിവോറസ് ആൻഡ് കാർണിവോറസ് ഇൻ എൻ എക്കോസിസ്റ്റം. എല്ലാ ഓർഗനിസവും ഒരു പ്രത്യേക റോൾ നിർവഹിക്കുന്നുണ്ട്. സസ്യങ്ങളും മാംസാഹാരികളും സസ്യാഹാരികളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു എക്കോസിസ്റ്റത്തിൽ. ഇഫ് സം ഓർഗനിസം ഇൻ ദ ലോവർ ലിങ്ക്സ് ഓഫ് ദ ഫുഡ് വെബ് ഡിസപ്പിയർ, they may be replaced by other organism that perform the same function. താഴെ കണികയിലുള്ള ചില ജീവികളുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ അത് അതേ ധർമ്മം നിർവഹിക്കുന്ന മറ്റു ജീവികളാൽ പരിഹരിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് പുല്ല് ഭക്ഷിക്കുന്ന ജീവികൾ, ഗ്രാസ് ഹോപ്പർ, ഡീർ, ബഫല്ലോ. ഇതിൽ ഗ്രാസ് ഹോപ്പറും എണ്ണത്തിൽ ഭയങ്കര കുറവാണ്. പക്ഷേ പുല്ല് തിന്നണ വേറെയും ജീവികളുണ്ട്. ബഫല്ലോയും ഡീറും പുല്ല് തിന്നണതല്ലേ. അപ്പോൾ അത് പരിഹരിക്കപ്പെടുന്നു. ഇഫ് ദർ ആർ നോ അതർ ക്രീച്ചർ ലൈക്ക് ദ ടൈഗർ, ദർ ആർ നോ വൺ ടു പെർഫോം ഇറ്റ്സ് ഫങ്ഷൻ. കടുവയെ പോലെയുള്ള ജീവികൾ ഇല്ലാണ്ടായാൽ അവയുടെ ഫങ്ഷൻസ്, അവയുടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേറെ ആരുമില്ല. Therefore, conservation of high-ranking organism like tiger is a priority. ടൈഗറിനെ പോലെയുള്ള ജീവികൾ സംരക്ഷണത്തിന് പ്രാധാന്യം അർഹിക്കുന്നു. ബൈ കൺസർവിങ് ടൈഗർ, എ ലാർജ് ഹാബിറ്റേറ്റ് ഈസ് ബീയിങ് കൺസർവ്ഡ്. ടൈഗറിനെ സംരക്ഷിക്കുന്നത് കൊണ്ട് ഒരു വലിയ ഭക്ഷ്യശൃംഖല തന്നെ സംരക്ഷിക്കപ്പെടുന്നു. ഓക്കെ, ദ ഇൻവേഡേഴ്സ്, അധിനിവേശകർ എന്ന് വെച്ചാൽ അക്രമകാരികൾ. The African catfish is a fish found in the African continent. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു മീനാണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. They grow and multiply very quickly. അവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. They are found as an invasive fish in some water bodies of Kerala. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അവ ഇൻവേസീവ്, അധിനിവേശക മത്സ്യമായി കാണപ്പെടുന്നു. The African catfish feeds on the native fish in the water bodies. ആഫ്രിക്കൻ കാറ്റ്ഫിഷ് കഴിക്കുന്നത് നമ്മുടെ ജലാശയങ്ങളിലെ സാധാരണ മീനുകളെയാണ്. The organism that feed on the African catfish are not found in our water bodies. അവയെ ഭക്ഷണമാക്കുന്ന ജീവികൾ, ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ ഭക്ഷണമാക്കുന്ന ജീവികൾ നമ്മളുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. What will happen to the habitat if the African catfish reaches into the local pond? നമ്മുടെ സാധാരണ ജലാശയങ്ങളിൽ ഈ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് വന്നാൽ എന്താ ഉണ്ടാവുക? അവിടുത്തെ മീനുകളെ, സാധാരണ മീനുകളെയൊക്കെ അവർ പിടിച്ചു തിന്നും. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം ഇങ്ങനെ ഇവർ ജീവിക്കും. അത് കഴിഞ്ഞ് ഇവരും ചത്തുപോകും. അപ്പോൾ ആ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഫുഡ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമുക്കൊരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. അതിൽ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്സ് ഉണ്ട്.
നമുക്കൊരു സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഗ്രാസ്, വോം, ഹെന്ന്, ഫോക്സ്, വൾച്ചർ. ഈ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം എ ഫുഡ് വെബ്, ഒരു ഫുഡ് വെബിലെ ഈ സിംഗിൾ സീക്വൻസിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഫ്രം വിച്ച് ഓർഗാനിസം ഡു ഓൾ ഫുഡ് ചെയിൻ ബിഗിൻസ്? ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് എല്ലാ ഫുഡ് ചെയിനും തുടങ്ങുന്നത്? അതെ, ഗ്രാസിൽ നിന്നാണ്. ഡോണ്ട് ദേ ഓൾസോ നീഡ് ഫുഡ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്? അവർക്കും ജീവിക്കാനായിട്ട് ഫുഡ് വേണ്ടേ? വേർ ഡു ദേ ഗെറ്റ് ദെയർ ഫുഡ്? എവിടെ നിന്നാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത്? നമുക്ക് നോക്കാം. ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, സസ്യങ്ങളിലെ ആഹാര നിർമ്മാണം. വിച്ച് ആർ ദ മെയിൻ കോമ്പണൻസ് ദാറ്റ് പ്ലാന്റ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്? സസ്യങ്ങളിൽ ആഹാരം ഉണ്ടാക്കാൻ വേണ്ട പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആ ചിത്രത്തിൽ നോക്കി പറഞ്ഞേ. സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. ഓക്കെ. അടുത്തതായിട്ടൊരു ചെറിയ ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ എന്താണെന്ന് നോക്കാം. പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയറിലുള്ള ഒരു കോമ്പണൻ്റ് ആണ്. ഫോർ ദിസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. ഇതിനു വേണ്ടി അവർ എനർജി എടുക്കുന്നത് സൺലൈറ്റിൽ നിന്നാണ്. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഈ പ്രവർത്തനമാണ് ഫോട്ടോസിന്തസിസ് എന്നറിയപ്പെടുന്നത്. മലയാളത്തിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയും. ക്ലോറോഫിൽ ഈസ് എ പിഗ്മെൻറ്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ഇലകളിലെ ഒരു വർണ്ണകമാണ് ക്ലോറോഫിൽ. അതാണ് സസ്യങ്ങളിൽ ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. വർണ്ണകം എന്ന് വെച്ചാൽ നിറം. ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഓക്സിജനും. സോഴ്സ് ഓഫ് എനർജി. യു ഹാവ് സീൻ ദാറ്റ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മൾ കണ്ടു സൺലൈറ്റ് ഫുഡ് പ്രൊഡക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ത്രൂ വിച്ച് പാർട്ട് ഡു പ്ലാന്റ്സ് മെയിൻലി റിസീവ് സൺലൈറ്റ്? ഏത് ഭാഗത്തു നിന്നാണ് പ്ലാന്റ്സ് മെയിൻലി സൺലൈറ്റ് അബ്സോർബ് ചെയ്യണത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതെ, ലീവ്സ്. ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. നമ്മുടെ ചെടികളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് അവർക്ക് മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന വിധത്തിലാണ്. ലുക്ക് അറ്റ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഇലയുടെ അറേഞ്ച്മെൻറ്റ് നോക്കിയേ. അതിൽ ചെമ്പരത്തീൻ്റെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നിടവിട്ടാണ്. തുളസിയുടേതാണെങ്കിലോ ഓപ്പോസിറ്റിൽ ഓരോന്ന് വെച്ച്. താഴെ കൊടുത്തിരിക്കുന്നത് 7 ഇലം പാലയാണ്. ബ്ലാക്ക് ബോർഡ് ട്രീ എന്ന് പറയും. അതിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് ചുറ്റും 7 ഇലകൾ. അങ്ങനെയാണ്, അതുകൊണ്ടാണ് 7 ഇലം പാല എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം കേട്ടിരുന്നതിന് നന്ദി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്ത വീഡിയോ വൈകാതെ തന്നെ വരുന്നതായിരിക്കും.